സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന് അതൊരു നേട്ടം തന്നെയാണ്. ഇടതുമുന്നണിക്ക് ഇതൊരു പാഠവും. പക്ഷേ സർക്കാരിനെതിരായ ജനവിധി എന്ന് വിലയിരുത്താനും ഇപ്പോൾ സാധിക്കില്ല. കാരണമുണ്ട്, ഇനിയും ഒരു വർഷമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. അതിനുശേഷം ഒരു വർഷം കൂടിയുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. 13-ൽ നിന്നും 17-ലേക്ക് UDF തങ്ങളുടെ സീറ്റ് വീതം ഇത്തവണ ഉയർത്തി. ഉപതെരഞ്ഞെടുപ്പിൽ 17-ഇടത്ത് UDFും 11-ഇടത്ത് LDFും 3 വാർഡിൽ BJPയും ജയിച്ചിട്ടുണ്ട്. പാലക്കാട് തച്ചൻപറ, തൃശ്ശൂരിലെ നാട്ടിക, ഇടുക്കിയിലെ കരിമണ്ണൂർ പഞ്ചായത്തുകളാണ് LDFിൻ്റെ കയ്യിൽ നിന്നും പോയത്. ഈ 3 പഞ്ചായത്തുകളും UDF അട്ടിമറി വിജയമാണ് നേടിയത്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനം നിലനിൽക്കുന്നതിന് തെളിവായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താൻ സാധിക്കില്ലെങ്കിലും LDFനും CPMനും ഇതൊരു പാഠവും മുന്നറിയിപ്പുമാണ്. CPMനുള്ളിൽ പ്രാദേശികമായി തർക്കങ്ങൾ രൂക്ഷമാകുന്ന കാലഘട്ടമാണിത്. അതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലാണ് CPMന് ഈ അടികിട്ടിയിരിക്കുന്നത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു വർഷത്തിൽ താഴെ സമയമുണ്ട്. അപ്പോൾ കേരളത്തിലെ CPMൽ പുതിയ നേതൃത്വങ്ങൾ നിലവിൽ വരും. സംസ്ഥാന സമ്മേളനത്തോടെ പുതിയ പാർട്ടി സെക്രട്ടറി ഉണ്ടാകുമോ, സംസ്ഥാന സമിതിയിൽ ആരൊക്കെ കടന്നുകൂടുമെന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അപ്പോഴേക്കും പുതിയ പാർട്ടി ഘടകങ്ങൾക്ക് ഉൾപാർട്ടി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരുപാട് സമയമുണ്ട്. അതാണ് പാർട്ടിയുടെ പ്രതീക്ഷയും. നൽകാനുള്ള ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശിക സർക്കാർ നൽകി വരുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. വിവിധ വികസന പദ്ധതികൾ സംസ്ഥാനത്തെ വിവിധ ഘട്ടങ്ങളിലാണ്. ഇതൊക്കെയാകുമ്പോൾ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് തദ്ദേശ ഭരണം കൈവിടാതെ നോക്കാമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. എന്നാൽ പ്രതിപക്ഷം സർക്കാരിനെ അങ്ങനെ അങ്ങ് വിടാനും ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ സർക്കാർ ഇല്ലായ്മയാണെന്ന പ്രതിപക്ഷവാദത്തിന് അടിവരയിടുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉജ്ജ്വല വിജയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം UDFന് ഊർജ്ജം പകരുമെന്ന് പ്രതിപക്ഷം കോൺഗ്രസ് അണികളോട് പറഞ്ഞു കൊടുക്കുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ജനവിരുദ്ധതയും നിറഞ്ഞ ഈ സർക്കാരിനെ ജനം തൂത്തെറിയും എന്നും പ്രതിപക്ഷം വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ മറികടക്കേണ്ടതിന് LDF സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ബാധ്യതയാണ്. കോൺഗ്രസിൽ സ്ഥിരം പരിപാടിയായ തമ്മിലടിയിലാണ് ഇടതുപക്ഷത്തിൻ്റെ ഏക പ്രതീക്ഷ. എത്ര തമ്മിലടിച്ചാലും പക്ഷേ അണികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് നിൽക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ്. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രശ്നങ്ങളൊന്നും പാടില്ലെന്ന് AICC ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പരസ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പകിട്ട് കളയരുതെന്നുമാണ് AICCയുടെ നിർദ്ദേശം. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിർത്തണം എന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. പാടില്ല, മാറ്റണമെന്ന് മറുവിഭാഗവും. സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണ്ണമാകില്ല എന്നാണ് മറുവിഭാഗം പറയുന്നത്. എന്നാൽ അടിമുടി പുനഃസംഘടന നടക്കട്ടെ എന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. KPCC ഭാരവാഹികളുടെ എണ്ണവും വെട്ടിക്കുറയ്ക്കും. മുതിർന്ന നേതാക്കളെ ഭാരവാഹികളാക്കണമെന്നും അഭിപ്രായം ഉയരുന്നുണ്ട്. യുവാക്കൾക്കും വനിതകൾക്കും പരിഗണന നൽകാനും AICC തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് 2025-ലെ പ്രകടനവും 2026-ലെ പ്രകടനവും.